എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മരിച്ച സുധാകരന്റെ ഭാര്യയെ നേരത്തെ ഈ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു എന്ന് പറയുമ്പോൾ അതിന് പിന്നിലൊരു വല്ലാത്ത സംഭവം ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ 3 പേരെ ഏതോ ഒരാൾ വെട്ടിക്കൊലപ്പെടുത്തി എന്നല്ലേ മനസ്സിലാക്കേണ്ടത് നിഖിൽ? അങ്ങനെയെങ്കിൽ അതാണ് അതിനെക്കുറിച്ചുള്ള അങ്ങനെ കൂടുതൽ ഒരു വിശദാംശങ്ങൾക്ക് അല്പസമയത്തകം ലഭ്യമാകണം അല്ലേ? തീർച്ചയായിട്ടും അശ്മി, കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നേ ഉള്ളൂ. പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. ഈ കുടുംബത്തോട് വലിയ തീർത്താൽ തീരാത്ത പകയുള്ള ഒരു വ്യക്തിയാണ് പ്രതി എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് ഈ പോലീസും അത്തരത്തിലുള്ള ഒരു വിവരം നിലവിലത്തെ സാഹചര്യത്തിൽ പങ്കുവെക്കുന്നുണ്ട്. എന്താണ് ഇന്നിപ്പോൾ രാവിലെ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപന കാരണം എന്തായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമല്ല. അയൽവാസികളോടൊക്കെ നമ്മൾ വിവരം അന്വേഷിക്കുമ്പോൾ അവർക്ക് അത് സംബന്ധിച്ച് കൃത്യമായൊരു വിവരം നിലവിലത്തെ സാഹചര്യത്തിൽ ചെന്താമര എവിടെയുള്ള ആളാണെന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? ചെന്താമര ഇപ്പോൾ വെട്ടേറ്റ് കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യ സുജിതയെ നേരത്തെ ഇയാൾ വെട്ടിക്കൊന്നതാണെങ്കിൽ ഇയാൾ ജയിലിലൊക്കെ ആവേണ്ടതല്ലേ നിഖിൽ? അയാൾ പിന്നെയും ഇറങ്ങി ബാക്കി രണ്ടുപേരോട് വെട്ടിക്കൊലപ്പെടുത്തി പറയുന്നത് ഭീകരമാണ്. കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. തീർച്ചയായിട്ടും ഇയാൾ ഇത്തരത്തിലുള്ള ഒരു പശ്ചാത്തലമുള്ള ആൾ തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ കുടുംബവുമായി ബന്ധമുണ്ട്, ഈ കുടുംബവുമായി വലിയ അതൃപ്തിയും വലിയ പകയും ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏത് സാഹചര്യത്തിലാണ് പക്ഷേ ഇത്തരത്തിൽ ഇന്ന് രാവിലെ ഒരു പ്രകോപനം ഉണ്ടായതും ഇത്തരത്തിൽ രണ്ടുപേരെ നിഷ്കരണം വെട്ടിക്കൊലപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതും വ്യക്തമല്ല. നമ്മൾ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. നെന്മാറ താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ മൃതദേഹങ്ങളുള്ളത്. മറ്റു നടപടികൾ പോലീസും മറ്റും സ്വീകരിച്ചു പോരുകയാണ്. ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നതിന് പിന്നാലെ തന്നെ നെന്മാറ പോലീസ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരുന്നു. അവർ വിവരങ്ങൾ ശേഖരിക്കുകയാണ് എന്നാണ് അറിയുന്നത്. എന്തായാലും അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവത്തിനാണ് ഇന്നിപ്പോൾ നെന്മാറ സാക്ഷ്യം വഹിച്ചത്. നെന്മാറ ബോയൻ കോളനി എന്ന് പറയുന്ന പൊത്തുണ്ടിയിലെ ബോയൻ കോളനി എന്ന് പറയുന്ന ഇടത്താണ് ഈ ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം ഉണ്ടായത്. അമ്മയ്ക്കും മകനുമാണ് ഈ നിഷ്കരുണമായിട്ടുള്ള കൊലയിൽ ജീവൻ നഷ്ടമായത്. കാശ്മീർ ഇത് നേരത്തെ വന്നൊരു വാർത്ത ഞാൻ വായിക്കുന്നു നിഖിൽ, പ്രേക്ഷകർ അറിവിലേക്കാണ്. അത് ഈ ഭാര്യ എന്നാണ് ഈ ബോയൻ കോളനിയിൽ സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി തിരുത്തമ്പാടം ബോയൻ കോളനിയിലെ ചെന്താമര അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. നേരത്തെ വന്ന വാർത്തയോടെ ഞാൻ വായിക്കുന്നത്. പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻ കോളനിയിൽ സുധാകരന്റെ ഭാര്യ സജിത 35 വയസ്സാണ്. വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി തിരുത്തമ്പാടം ബോയൻ കോളനിയിലെ ചെന്താമരയെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത വരുന്നത് എന്നാണ്. ഇത് 2019 വരുന്ന വാർത്തയാണ് ഞാൻ വായിക്കുന്നത്, നേരത്തെയുള്ള വാർത്തയാണ്. സജിതയുടെ ഭർത്താവ് സുധാകരൻ തിരുപ്പൂരിൽ ജോലി സ്ഥലത്തും മക്കൾ സ്കൂളിലും പോയ സമയത്ത് സജിത ബോയൽ കോളനിയിൽ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. പോലീസ് സംഘം എന്ന് പറഞ്ഞാൽ അവിടെ കയറി വെട്ടിക്കൊന്നു എന്നുള്ള 2019 ആ സംഭവം ഉണ്ടാവുന്നത്. അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം സുധാകരനെയും അമ്മയും കൂടി വെട്ടിക്കൊലപ്പെടുത്തുന്നു. ഭാര്യയും കുട്ടിയുമായി പിരിഞ്ഞു കഴിയുന്ന പ്രതി കുടുംബ പ്രശ്നങ്ങൾ കാരണം എന്തോ അയൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടത് പോലീസാണ്. എനിക്ക് തോന്നുന്നു ഇയാൾ തന്നെയാണ്, ഈ ചെന്താമര തന്നെയാണ് ഈ സുധാകരനെ അമ്മയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ നിഖിൽ, ഇത് 2019 വന്നൊരു വാർത്ത ഞാനിങ്ങനെ വായിക്കുകയായിരുന്നു. ചെന്താമര 2019 മുതൽ ഈ വർഷം അത്രയും ഉള്ളിൽ പകയുമായി നടന്ന ഇയാൾ ഏറെ വർഷങ്ങൾക്കിപ്പുറം അമ്മയും മകനെയും കൂടി വെട്ടിക്കൊന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതെ അശ്മി, ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു ക്രൂരകൃത്യം ഇപ്പോൾ നിർവഹിച്ചിരിക്കുന്നത്. അദ്ദേഹം ജയിലിലായിരുന്നു, ഈ കൊലക്കേസിൽ ഉൾപ്പെട്ട് ജയിലിലായിരുന്നു. ജാമ്യത്തിൽ ഇറങ്ങിയ ദിവസങ്ങളിലാണ് ഈ ക്രൂരകൃത്യം നടത്തിയത് എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നേരത്തെ തന്നെ വലിയ പക ചെന്താമര എന്ന ഈ പ്രതിയുടെ ഉള്ളിലുണ്ടായിരുന്നു. അതേ തുടർന്ന് ജയിലിൽ വെച്ച് ഇത്തരത്തിലുള്ള ആസൂത്രണങ്ങൾ നടത്തുന്നു, പുറത്തിറങ്ങിയ സമയത്ത് ഈ ഇരട്ട കൊലപാതകം നടത്തുന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഇയാൾക്ക് ഏത് സാഹചര്യത്തിലാണ് ജാമ്യം ലഭിച്ചത്? ഒരു കൊലക്കേസ് പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നു, പുറത്തിറങ്ങിയ അയാൾ സമാനമായിട്ടുള്ള കൃത്യം, അല്പം കൂടി ഗൗരവമുള്ള കുറ്റകൃത്യം നടത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വിഷയത്തിൽ കാണേണ്ടത്. അപ്പോൾ ഈ കുടുംബവുമായി, സുധാകരന്റെ കുടുംബവുമായി കെ ബാബു ചേരുന്നു. കെ ബാബു, ഈ അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ഈ ഇരട്ട കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അങ്ങേക്ക് അറിവുള്ളതാണോ? യഥാർത്ഥത്തിൽ ഈ ചെന്താമര നേരത്തെ തന്നെ സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയതാണ്. പിന്നീട് അയാള് എനിക്ക് തോന്നുന്നു ഇപ്പൊ പരവള്ളു വന്നിട്ട് ഇപ്പൊ 1 മാസത്തിലേറെ ആയി അവിടെ തന്നെ ഉണ്ട്. പലപ്പോഴും ഈ 2010 ഞാനൊരു പഴയ വാർത്ത തെരഞ്ഞപ്പോൾ 2019 സുധാകരന്റെ ഭാര്യ സജിതയെ 35 വയസ്സേ ഉള്ളൂ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഇത്രയും വർഷത്തിന് ശേഷം അയാൾക്ക് എന്തോ അത്രയും പക ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരാളാണ്, ഒരു കുറ്റവാളിയാണ് അല്ലേ? അല്ല, അതൊരു സംശയരോഗം, രണ്ടാമത്തെ ഈ പകയും കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ആളുകൾ തന്നെ അവിടെ ഞാൻ മനസ്സിലാക്കിയത് ഈ കക്ഷി വന്നതിന് ശേഷം അത്തരമൊരു വൈരാഗ്യത്തോടു കൂടിയുള്ള സമീപനം ഈ ഇപ്പൊ കൊല ചെയ്യപ്പെട്ട ലക്ഷ്മിയും അതുപോലെ തന്നെ സുധാകരനുമായിട്ടുണ്ടായിരുന്നു എന്നാണ് പൊതുവിൽ നാട്ടിലെ എല്ലാ ആളുകളും പറയുന്നത്. വളരെ ക്രൂരമായ കൊലപാതകം.
MLA ഈ പ്രതി പിടിയിലായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അങ്ങനെ അറിവുണ്ടോ? അല്ല, പിടിയില. അവിടുന്ന് ആ കൊലപാതകം കഴിഞ്ഞതിന് ശേഷം നേരെ അവിടുന്ന് പുറത്ത് ഓടിപ്പോവുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അതിന്റെ തൊട്ട് കിടക്കുന്നത് പോത്തുണ്ടി ഡാം സൈറ്റും മലനിരയാണ്, നെല്ലിയാമ്പതിയുടെ താഴ്വാരമാണ് ഷെത്തല് ഇത്. അപ്പൊ അതുകൊണ്ട് കാട്ടിനകത്തേക്ക് കയറിയാൽ എത്ര ദൂരം വേണമെങ്കിലും അവന് പോകാൻ അറിയാം. കാരണം ഈ ചെന്താമര എന്ന് പറയുന്നത് അവിടെ എല്ലാം ചേരാൻ പരിചയമുള്ള ആളും അതുപോലെ തന്നെ ഈ ഒരു ക്രിമിനൽ മൈൻഡ് ആകുമ്പോൾ എവിടെ വേണമെങ്കിലും എത്തിപ്പിടിക്കാം. അങ്ങനെ എന്തായാലും പോലീസും അവിടുത്തെ അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളും വളരെ ജാഗ്രതയോടുകൂടി തന്നെ അവിടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. DVSP സ്ഥലത്തെത്തിയിട്ടുണ്ട്, മറ്റു പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ജനങ്ങളും അവിടെ ഇതിന്റെ ഒരു ജാഗ്രതയോടുകൂടി തന്നെ അവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. താങ്ക് യു MLA. എന്തായാലും നമ്മൾ കേൾക്കുന്നത് വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ്. ചെന്താമര എന്ന് പറയുന്ന ഒരാൾ, അയാൾ 2019 ഇപ്പോൾ കൊല്ലപ്പെട്ട സുധാകരൻ്റെ ഭാര്യയെ അന്ന് കൊല്ലപ്പെടുത്തുന്നു, അന്ന് കൊല്ലുന്നു. അന്നും ഇതുപോലെ ഈ ഇപ്പോഴുണ്ടായ അതേ മോഡസ് ഓപ്പറാൻഡി, ബോയൽ കോളനിയിൽ വീടിനകത്ത് കയറി കഴുത്തിൻ്റെ പിന്നിലും തോളിലും വെട്ടേറ്റ നിലയിലാണ് അന്ന് 2019 സജിതയെ അയൽവാസികൾ കണ്ടെത്തിയത്. അന്ന് സജിതയുടെ ഭർത്താവ് ഇപ്പോൾ കൊല്ലപ്പെട്ട സുധാകരൻ ജോലി സ്ഥലത്തായിരുന്നു, മക്കൾ സ്കൂളിലൊക്കെ ആയിരുന്നു. സജിത ഈ ബോയൻ കോളനിയിലെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. അപ്പോഴാണ് വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുന്നത്. 2019, 20, 21, 22, 23, 24 5 വർഷങ്ങൾക്കിപ്പുറം അയാൾ പരോളിൽ ഇപ്പോൾ ഇറങ്ങിയിട്ട് ഏതാണ്ട് മാസങ്ങളാവുന്നേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ MLA ഇപ്പോൾ പറയുന്നത്. അയാളുടെ ഉള്ളിൽ ഏത് കാരണത്താലാണ് ആ പക, കൊടിയ പക എന്ന കാര്യം നമുക്ക് വ്യക്തമല്ല. എന്തോ അയൽവാസിയാണ് ഇയാൾ, അയൽ പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ 5 വർഷങ്ങൾക്ക് ശേഷം പരോളിൽ ഇറങ്ങിയ ഇയാൾ ഒരു കൊലപാതകമാണ് അന്ന് നടത്തിയെങ്കിൽ ഇതിപ്പോൾ സുധാകരനെയും അമ്മ ലക്ഷ്മിയും കൂടെ വെട്ടിക്കൊലപ്പെടുത്തി ഇരട്ട കൊലപാതക കേസിലെ പ്രതി വീണ്ടുമാകുന്നു. അന്ന് ഈ ഭാര്യയെ, ഈ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ നേരത്തെ MLA പറയുന്നത് പോലെ ഇയാൾ സമീപത്തുള്ള മലയിലേക്കും പോത്തുണ്ടി ഭാഗത്തേക്കും ഒക്കെ കടന്നു ഒളിച്ചിരിക്കുമായിരുന്നു. അന്ന് ഈ അന്വേഷണ സംഘത്തിന് ഇയാളെ കണ്ടെത്താൻ നന്നേ ബുദ്ധിമുട്ടി. രാത്രി ഇയാൾ പോലീസ് സംഘം പോയിട്ടുണ്ടാവാമെന്ന് കരുതി കാടിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്താണ് അന്ന് ഇയാളെ 2019 ഇയാളെ അന്വേഷണ സംഘം പിടികൂടുന്നത്. ഇക്കുറിയും ഇയാൾ ആ മേഖലയിൽ കൂടി കയറിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് MLA പറയുന്നത്. എന്തായാലും നാടിനെ ഞെട്ടിക്കുന്ന വലിയ സംഭവമാണ്. നമുക്ക് ഇരട്ട കൊലപാതകങ്ങൾ, കൂട്ടക്കൊലപാതകങ്ങൾ, മകൻ അമ്മയെ കൊലപ്പെടുത്തുന്ന വാർത്തയൊന്നും ഒരു പുതുമയല്ലാതാകുന്ന വല്ലാത്ത കാലമാണ്.